വെൽക്കം ബാക്ക് ടു ഇമ്മൂസ് ലെക്ചർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെമറ്റോപോയസിസ് ആണ്. ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കറിയാവുന്ന പല തരത്തിലുള്ള സെൽസ്, ഫംഗ്ഷണൽ ആയിട്ടുള്ള പല തരത്തിലുള്ള സെൽസ്, ഡെൻഡ്രൈറ്റ്സ് ആവട്ടെ, മാക്രോഫേജസ് ആവട്ടെ, RBC ആവട്ടെ, WBC ആവട്ടെ, ഇതെല്ലാം എറേസ് ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റെം സെല്ലിൽ നിന്നായിരിക്കും. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള സ്റ്റെം സെൽസിൽ നിന്നാണ് ഇവരെല്ലാം എറേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവനെ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എന്ന് വിളിക്കാം. ഈ ഒരു സ്റ്റെം സെൽസിൽ നിന്നാണ് ഈ എല്ലാ തരത്തിലുള്ള സെൽസും എറൈസ് ചെയ്യുന്നത്. ആൻഡ് ഹെമറ്റോപോയറ്റിക് ഒരു സ്റ്റെം സെൽസിന് രണ്ട് പ്രോപ്പർട്ടി ആണുള്ളത്, രണ്ട് കാപ്പബിലിറ്റി ആണ് ഉള്ളത്. ഒന്ന്, അവർക്ക് സെൽഫായിട്ട് റിന്യൂ ചെയ്യാൻ പറ്റും. മറ്റത്, അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒന്ന്, അവർക്ക് സെൽഫ് റിന്യൂ ചെയ്യാൻ പറ്റും. സെൽഫ് റിന്യൂ ചെയ്യാന്ന് പറയുന്നത്, ഇപ്പൊ 10 സെൽസ് ഉണ്ടായി, അതിൽ 2 സെൽസ് അവരുടെ മദർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ബാക്കി 8 സെൽസുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേറുള്ള സെൽസുകളായിട്ട് മാറും. മെച്യൂർഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ആയിട്ട് ബാക്കി കുറച്ചുപേര് കൺവേർട്ട് ആകും. ഇപ്പൊ കുറച്ചുപേര് 10 പേര് MBBS കഴിഞ്ഞു. MBBS കഴിഞ്ഞപ്പോൾ അതിൽ 2 പേര് അത് പഠിപ്പിക്കാൻ വേണ്ടി പോയി, ബാക്കി 8 പേര് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അതുപോലെ കുറച്ചുപേര് സെൽഫ് റിന്യൂ ചെയ്യാനുണ്ടാകും, ബാക്കി കുറച്ചുപേര് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകും. അപ്പോ ഇതെല്ലാം ഈ ഹെമറ്റോപോയസിസ് എന്ന് പറഞ്ഞ പരിപാടിയെല്ലാം നടക്കുന്നത് നമ്മുടെ ബോൺ മാരോയിലാണ്, റെഡ് ബോൺ മാരോയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആൻഡ് ദ പ്രോസസ് വേർ ദ HSC, ദാറ്റ് ഇസ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് കൺവേർട്ട് ചെയ്യുവാണ്, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെം സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് സ്റ്റെം സെൽസ്? അതൊരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. അപ്പൊ ഇങ്ങനെ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെല്ല് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് ഹെമറ്റോപോയസിസ്. അത് ഒക്കർ ചെയ്യുന്നത് നമ്മുടെ റെഡ് ബോൺ മാരോയിലായിരിക്കും. പിന്നെ ഈ ഡിഫറൻഷിയേഷൻ സംഭവിച്ചു, അതായത് ഹെമറ്റോപോയസിസ് സംഭവിച്ച് അവർ ബ്ലഡ് സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഈ സെൽഫ് റിന്യൂയിങ് പ്രോപ്പർട്ടി ഉണ്ടാവത്തില്ല. കാരണം കുറച്ചുപേര് സെൽഫ് റിന്യൂ ചെയ്യാൻ വേണ്ടി പോയി, കുറച്ചുപേര് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോയി. അപ്പൊ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞാൽ അവർക്ക് ഈ സെൽഫ് റിന്യൂ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അതായത് അവർക്ക് മദർ സെൽസ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവത്തില്ല. അവർക്ക് പുതിയ ബ്ലഡ് സെൽസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് മാത്രം. ഇനി ഒരു എംബ്രിയോണിക് ആയിട്ടുള്ള ഒരു സ്റ്റെം സെല്ല്, ആ എംബ്രിയോണിക് സ്റ്റെം സെൽസിന് അവര് പ്ലൂരിപൊട്ടന്റ് ആയിരിക്കും. എംബ്രിയോണിക് സ്റ്റെം സെൽസുകൾ എന്ന് പറയുന്നത് പ്ലൂരിപൊട്ടന്റ് ആയിരിക്കും. പ്ലൂരിപൊട്ടന്റ് എന്താ പ്ലൂരിപൊട്ടന്റ് എന്ന് പറയണത്? പ്ലൂരി മീൻസ് മൾട്ടി ആൻഡ് പൊട്ടന്റ് മീൻസ് ജനറേറ്റ്. അപ്പം മൾട്ടിപ്പിൾ സെൽസുകളാണ് അവിടെ ജനറേറ്റഡ് ആവുന്നത്. അപ്പൊ എംബ്രിയോണിക് സെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ മൾട്ടിപ്പിൾ സെൽസുകൾ അവിടെ ജനറേറ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ ഇത്രയാണ് ഒരു ഓവർവ്യൂ ഓഫ് ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഹെമറ്റോപോയസിസ് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആവാം. അപ്പൊ ഹെമറ്റോപോയസിസ് സംഭവിച്ചാൽ അവര് 2 ലീനേജിലേക്ക് കടക്കുവാണ്. ലീനേജ് എന്ന് പറഞ്ഞ 2 ജനറേഷനിലേക്ക് കടക്കുവാണ്, പാരമ്പര്യം പോലെ അങ്ങ് കടന്നു പോവുകയാണ് ഇനി. അപ്പൊ ഒന്നാമത്താണ് കോമൺ മൈലോയിഡ് എരിത്രോയിഡ് പ്രൊജിനേറ്റർ. അപ്പൊ കോമൺ മൈലോയിഡ് എന്ന് പറയുമ്പോൾ അവിടെ മൈലോയിഡും ഉണ്ട്, എരിത്രോയിഡിന്റെയും പ്രൊജിനേറ്റർ ആണ്. പ്രൊജനിറ്റർ ആ വാക്കിന്നുണ്ട്, പ്രൊജിനേറ്റേഴ്സിൽ നിന്നാണ് ബാക്കിയുള്ളത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോമൺ മൈലോയിഡ് എരിത്രോയിഡ് പ്രൊജിനേറ്ററും ഉണ്ട്, കോമൺ ലിംഫോയിഡ് പ്രൊജിനേറ്ററും ഉണ്ട്. അപ്പോൾ കോമൺ മൈലോയിഡിനകത്ത് RBC വരാം, മാക്രോഫേജസുകൾ വരാം, മോണോസൈറ്റ്സ് വരാം, ഇനി ഗ്രാനുലോസൈറ്റ്സുകൾ വരാം, അങ്ങനത്തെ കുറച്ച് സെൽസുകളാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. ആൻഡ് ഈ കാറ്റഗറിക്കകത്ത് T സെൽസ് ഉണ്ടാകും, B സെൽസ് ഉണ്ടാകും, നാച്ചുറൽ കില്ലേഴ്സ് ഉണ്ടാകും. NK എന്ന് പറയുന്നത് നാച്ചുറൽ കില്ലർ ആണ്, NK. ഓക്കെ, അപ്പൊ നാച്ചുറൽ കില്ലേഴ്സ് ഉണ്ടാകും. അപ്പൊ ഇത്രയാണ് ഹെമറ്റോപോയസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആവാം, കാരണം ഇത് 2 ലീനേജിലേക്ക് വരുന്നു. അതെങ്ങനെയാ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നോക്കാം. അതിനു മുമ്പ് ഈ മൈലോയിഡ് സെൽസുകൾ എന്ന് പറയുന്നത് അവർ എപ്പോഴും പ്രൈമറി റെസ്പോൺസ് ആയിരിക്കും ഇവർ കൊടുക്കണം. ഒരു ആന്റിജൻ അകത്ത് കയറിയാൽ ഇവരായിരിക്കും പ്രൈമറി റെസ്പോൺസ് കൊടുക്കുന്നത്. ആൻഡ് ഇവരെപ്പോഴും സെക്കൻഡറി റെസ്പോൺസ് ആയിരിക്കും കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇവര് ഇന്നേറ്റിന്റെ ആൾക്കാരാണ്. ഇന്നേറ്റിന്റെ അറിയാലോ നമുക്ക്. അപ്പൊ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് ഫസ്റ്റ് റെസ്പോൺസ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ഇവര് അഡാപ്റ്റീവ് റെസ്പോൺസ് ആയിരിക്കും. അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിരിക്കും. ആൻഡ് ഇവരെന്ന് പറയുമ്പോൾ ലിംഫോയിഡ് പ്രൊജിനേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവർക്ക് അതുപോലെ മെമ്മറി ഉണ്ട്. ഒരു ആന്റിജൻ നമ്മുടെ ബോഡി കയറി പിന്നെ അത് കുറച്ച് നാൾക്ക് ഒരു 5-6 വർഷത്തിന് ശേഷം വന്നാലും ഇവർക്ക് അവരെ തിരിച്ചറിയാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. സോ ഇവര് നമ്മൾ അഡാപ്റ്റീവ് കാറ്റഗറി
അകത്താണ് പെടുത്തുന്നത്. ആൻഡ് ഇവരെ നമ്മൾ ഇന്നേറ്റിലാണ് പെടുത്തുന്നത്. കാരണം ഈ സെൽസ് എല്ലാം ഇതിൽ കുറച്ച് മേജർ ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ഈ സെൽസ് എല്ലാം ഒരു ആന്റിജൻ നമ്മുടെ ബോഡി കയറിയാൽ ഉടനെ പോയി അറ്റാക്ക് ചെയ്യും, പ്രൈമറി ഡിഫൻസ് അവിടെ നടത്തും. പക്ഷെ ഇവര് കുറച്ച് വെയിറ്റ് ചെയ്ത് ആന്റിബോഡി ഫോം ചെയ്ത് ഒന്ന് ആലോചിച്ച് സ്പെസിഫിക്നെസ് ഒക്കെ നോക്കിയാണ് തീരുമാനം എടുക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ. നമുക്ക് നോക്കാം ബോൺ മാരോ. ബോൺ മാരോയിലാണ് ഇതെല്ലാം ഹെമറ്റോപോയിസിസ് സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റെം സെൽസിന്, ഹെമറ്റോപോയിറ്റിക് ആയ സ്റ്റെം സെൽസിന് സെൽഫ് റിന്യൂ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി അവര് മൈലോയിഡ് പ്രൊജിനേറ്റർ ആയിട്ട് മാറും, ഞാൻ പറഞ്ഞു ലിംഫോയിഡ് പ്രൊജിനേറ്റേഴ്സ് ആയിട്ട് മാറും. അപ്പൊ മൈലോയിഡ് പ്രൊജിനേറ്റേഴ്സിനകത്ത് നോക്കിയാൽ നമുക്ക് ഗ്രാനുലോസൈറ്റ്, മോണോസൈറ്റ് പ്രൊജിനേറ്റേഴ്സിനെ കാണാൻ പറ്റും ആദ്യം. അപ്പൊ ഈ ഗ്രാനുലോസൈറ്റിൽ നിന്ന് നമുക്ക് ന്യൂട്രോഫിൽസ് ഫോം ചെയ്യും. പിന്നെ മോണോസൈറ്റ് പ്രൊജിനേറ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് മോണോസൈറ്റ്സ് ഫോം ചെയ്യും. മോണോസൈറ്റ് ഒന്നും കൂടെ ക്ലാസിഫൈ ചെയ്ത് കുറച്ച് നാൾക്ക് ശേഷം ഒരു ആന്റിജൻ ഒക്കെ ബോഡി കയറിയതിനു ശേഷം അവര് മാക്രോഫേജസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മൈലോയിഡ് പ്രൊജിനേറ്റർ സെല്ലിന് ഡയറക്റ്റ് ആയിട്ട് ഡെൻഡ്രൈറ്റിക് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി വേറെയും സെൽസ് ഫോം ചെയ്യുന്നുണ്ട്, ഈസിനോഫിൽ പ്രൊജിനേറ്റേഴ്സ്. ഈസിനോഫിൽ പ്രൊജിനേറ്ററിൽ നിന്നാണ് ഈസിനോഫിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രൊജിനേറ്ററിൽ നിന്നാണ് ഓരോ സെൽസുകൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈസിനോഫിൽ പ്രൊജിനേറ്റർ ഈസിനോഫിൽ ഫോം ചെയ്യും. ബേസോഫിൽ പ്രൊജിനേറ്റർ ബേസോഫിൽ ഫോം ചെയ്യും. ഇത് ബേസോഫിലാണ്. അതുപോലെ അതിൽ നിന്ന് മാസ്റ്റ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. കാരണം മാസ്റ്റ് സെൽസിനും ബേസോഫിൽസിനും ഏകദേശം സെയിം ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പം ബേസോഫിൽസിനും മാസ്റ്റ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ മെഗാ കാരിയോസൈറ്റ്സ്, അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എരിത്രോയിഡ് പ്രൊജിനേറ്ററിൽ നിന്ന് എരിത്രോസൈറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാറ്റഗറിക്കാരാണ് മൈലോയിഡ് പ്രൊജിനേറ്ററിലുള്ളത്. ആൻഡ് ഇവരെപ്പോഴും പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ലിംഫോയിഡ് പ്രൊജിനേറ്ററിലേക്ക് നോക്കാം. ലിംഫോയിഡിനകത്ത് ഒന്ന് നാച്ചുറൽ കില്ലർ ഉണ്ട്, പിന്നെ നമുക്ക് ടി സെൽസും ഉണ്ട്, ബി സെൽസും ഉണ്ട്. ടി സെൽ പ്രൊജിനേറ്ററും ബി സെൽ പ്രൊജിനേറ്ററും. ടി സെൽ പ്രൊജിനേറ്ററിൽ നിന്നാണ് ടി ഹെൽപ്പർ സെൽസ് ഫോം ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ടി സൈറ്റോടോക്സിക് സെൽസും ഫോം ചെയ്യുന്നത് ടി സെൽ പ്രൊജിനേറ്ററിൽ നിന്നായിരിക്കും. ഇനി ബി സെൽ പ്രൊജിനേറ്ററിൽ നിന്ന് ഫോം ചെയ്യുന്നത് ബി സെൽസ് ആയിരിക്കും. ആൻഡ് നമുക്ക് ഇവിടെ ഒരാളും കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ അതായത് മൈലോയിഡ് പ്രൊജിനേറ്ററിൽ തന്നെ കണ്ട ഒരാളാണ് ഡെൻഡ്രൈറ്റിക് സെൽസ്. അപ്പൊ ഡെൻഡ്രൈറ്റിക് സെൽസും നമുക്ക് എവിടെ തന്നെ ഫോം ചെയ്യുന്നുണ്ട്? ഈ ലിംഫോയിഡ് പ്രൊജിനേറ്ററിൽ ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒന്നുകൂടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മൈലോയിഡ് ഉണ്ട്, ലിംഫോയിഡ് ഉണ്ട്. അപ്പൊ ലിംഫോയിഡ് ആൾക്കാർ എപ്പോഴും എന്ത് റെസ്പോൺസ് ആയിരിക്കും കൊടുക്കണേ? അഡാപ്റ്റീവ് റെസ്പോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അക്യൂർഡ് റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അഡാപ്റ്റീവ് റെസ്പോൺസ് ആണ് ഇവര് കൊടുക്കുന്നത്. മറ്റൊരു പ്രൈമറി റെസ്പോൺസ് കൊടുക്കും. ഇവര് ഇന്നേറ്റ് റെസ്പോൺസ് ആണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലും നമുക്ക് ഡെൻഡ്രൈറ്റിക് സെൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഡെൻഡ്രൈറ്റിക് സെൽസ് കണ്ടോ? അതുപോലെ നമുക്ക് ഇവിടെയും ഡെൻഡ്രൈറ്റിക് സെൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കാരണം അതിന്റെ പ്രാധാന്യം അത്ര ഉള്ളതുകൊണ്ടാണ് നമുക്ക് രണ്ടിടത്തും ഡെൻഡ്രൈറ്റിക് സെൽസിനെ കാണാൻ പറ്റുന്നത്. ഡെൻഡ്രൈറ്റിക് സെൽസിനെ നമുക്ക് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആയിട്ട് പറയാൻ പറ്റും. ആന്റിജൻസിനെ കണ്ട അവർ പോയി ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ട് നടക്കും. എവിടെയൊക്കെ ഞാൻ ആന്റിജനെ പിടിച്ചേ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് നടക്കുന്ന ആളാണ് ഡെൻഡ്രൈറ്റിക് സെൽസ്. അപ്പൊ നമുക്ക് ഓരോ സെൽസും ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോ ഞാനിത് വീഡിയോ കുറച്ച് ഷോർട്ടാക്കി എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അടുത്ത വീഡിയോസിൽ ഞാൻ ഈ സെൽസിന്റെ ഓരോ സെൽസിനെയും ഒന്ന് ഡീറ്റെയിൽ ആക്കി പറയുന്നുണ്ട്. സോ thank you for watching and bye guys.